നിരഞ്ജൻ, അതാണ് ഞാൻ. നിന്നെ കാണണമെന്ന് തോന്നി, പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ ഈ നേരത്ത് എന്നെ നീ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ തമ്മി കണ്ടിട്ട് നാളുകൾ കുറെ ആയി അല്ലേ മച്ചു? അല്ല, ആരാ ഇവരൊക്കെ? എന്റെ ഭാര്യ വർഷ. അതവളുടെ മുത്തശ്ശി. ഹായ്. ആഹാ, നിന്റെ കല്യാണം കഴിഞ്ഞോളാ? ഇതെന്റെ കൂട്ടുകാരനാ നിരഞ്ജൻ. വിശദമായിട്ടൊക്കെ വഴിയെ പരിചയപ്പെടാം. ഞാനൊരു വലിയ യാത്ര കഴിഞ്ഞിട്ടുള്ള വരവാ. നല്ല ക്ഷീണവും നല്ല വിശപ്പുണ്ട്. ആദ്യം മനസ്സ് തണുക്കനെ ഒന്ന് കുളിക്കണം. എന്നിട്ട് വയറ്റിലെത്തി കെട്ടടങ്ങോളം ഭക്ഷണവും കഴിക്കണം. അതിനെന്താ, മോൻ പോയി കുളിച്ചിട്ട് വാ. ഭക്ഷണമൊക്കെ നമുക്ക് റെഡിയാക്കാം. വാമച്ചു. മോളെ, ഇത് ഏത് വകുപ്പിലെ കൂട്ടുകാരനാ? അറിയില്ല അച്ഛമ്മേ, ഞാനും ആദ്യമായിട്ട് കാണാം. എന്തോ എനിക്കിതത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ഉള്ളിൽ എന്തോ ഒരു ഭയം. അവളുണ്ടാക്കി വെച്ച കറികൾ വായി വെച്ച് കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയില്ലേ നമ്മള്. കഴിച്ചിട്ട് അവന്റെ അതിഥികൾ ഛർദ്ദിച്ചും വയറിളകിയും ഈ വീട് മുഴുവൻ നാറ്റിക്കുമെന്നല്ലേ നമ്മൾ കണക്ക് കൂട്ടിയത്. എന്നിട്ടോ അവരതൊക്കെ പഞ്ചാമൃതം പോലെ വെട്ടി വീഴിയില്ലേ? മാത്രോ വലിയ സ്റ്റാർ ഹോട്ടലില് ഷെഫാകാനുള്ള യോഗ്യതയൊക്കെ കൽപ്പിച്ചു കൊടുത്തില്ലേ ആ വൃത്തിട്ടോമാര്? പിന്നെ 5 സ്റ്റാറിലെ ഷെഫ് പണി പോയിട്ട് തട്ടുകടയിലെ എച്ചിപ്പാത്രം കഴുകുന്ന പണി പോലും ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കില്ല. തകർത്തിരിക്കും. നീ സമാധാനപ്പെടുമോളെ? എനിക്ക് ഒരു സമാധാനവും ഇല്ല അപ്പച്ചി. കാൽ കാശിന് ചെലവില്ലാതെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ കേറി വന്നവളവള്. അവൾ ഇന്ന് ഈ വീട്ടിലെ പുന്നാര മരുമോള. കോടികൾ എണ്ണിക്കൊടുത്ത് വലതുകാല് വെച്ച് കേറിയവള് വെറും കുപ്പത്തൊട്ടിക്ക് തുല്യം. ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും അപ്പച്ചി? കരയാതെ മോളെ, ഈ പ്രായത്തിൽ ചെയ്ത് വന്നു
സന്തോഷായിട്ട് പരസ്പരം കണ്ടു കഴിയാലോ. നിനക്കും തോന്നി തുടങ്ങിയോ ഈ മാധവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന്? ഞാൻ നിനക്ക് തന്ന വീടെന്ന സ്വപ്നം ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന്, മാധവന് വാക്ക് പാലിക്കാൻ കഴിയില്ലെന്ന്. മാധവേട്ടാ, എന്നാലേ നമ്മൾ എവിടെയും പോകുന്നില്ല. എന്താ പോരെ? നമ്മുടെ സ്വപ്ന ഭവനം നമ്മൾ പണി കഴിപ്പിക്കും. അവിടെ നമ്മൾ താമസിക്കുകയും ചെയ്യും, കൂട്ടുകുടുംബമായിട്ട്. കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ.